എത്ര ബുദ്ധിമുട്ടിയാലും ഞെരുങ്ങിയാലും നമ്മുടെ ബുദ്ധിമുട്ടും ഞെരുക്കവും നമ്മുടെ ഇല്ലായ്മയൊന്നും ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അറിയേണ്ട ആരെങ്കിലുമൊക്കെ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടും ഞെരുക്കവും അറിഞ്ഞ് അത് പരിഹരിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കടന്നു വരുന്ന ദൂത് 34-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. വളരെ പരിചിതമായ വാക്യം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് പറയാണ്, യഹോവയെ അന്വേഷിക്കുന്നവർ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട്, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ഇല്ലായ്മകൾ, ഇന്ന് അതാണ് കർത്താവ് സംസാരിക്കുന്നത്. നമ്മുടെ ഇല്ലായ്മകൾ ആരോട് പറയും? പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകുമോ? ആമേൻ. അപ്പോൾ വാതിലുകൾ മുട്ടിയാലും സഹായത്തിന് വേണ്ടി നമ്മൾ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചാലും ഒന്നും ഫലം കാണാത്ത സമയങ്ങൾ വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. സകലം എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ് ഇനി പുറകോട്ട് പോവുകയോ അല്ല ദൈവത്തെ ത്യജിച്ചു പറയുകയോ വേറെ ചിലർ അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ദൈവത്തെങ്കിലേക്ക് നോക്കും. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും, ദൈവം എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. എൻ്റെ ബുദ്ധിമുട്ടും ഞെരുക്കവും ഒക്കെ ദൈവം മാറ്റിത്തരും. പ്രാർത്ഥിക്കുന്നവന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? പ്രാർത്ഥിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ളവൻ പ്രാർത്ഥിക്കുന്നവന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ആ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ആ ബുദ്ധിമുട്ടിനെ നന്മയാക്കി മാറ്റും. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോളം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പൊ ആ അധ്യായത്തില് പൗലോസ് പറയാണ്, ഫിലിപ്പിയയിലുള്ള ദൈവമക്കൾ, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ, ഫിലിപ്പിയയിലുള്ള ദൈവമക്കൾ, നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയ സമയത്ത് എനിക്ക് പല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നിങ്ങൾ എന്നോട് കൂട്ടായ്മ കാണിച്ചു. എനിക്ക് ഇല്ലേലും ജീവിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ എന്താ പറയുന്നത്, എല്ലാ താഴ്ചയിൽ ഇരിപ്പാനും പഠിച്ചിട്ടുണ്ട്, സമൃദ്ധിയിൽ ഇരിപ്പാനും പഠിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ ബുദ്ധിമുട്ട് സമയത്ത് എന്നാൽ നിങ്ങൾ എനിക്ക് കൂട്ടായ്മയുടെ കൈ തന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സഹായിച്ചു, കൂട്ടായ്മ കാണിച്ചു. എന്നിട്ട് പൗലോസ് പറയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോളം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പൊ എൻ്റെ ബുദ്ധിമുട്ടിനെ നിങ്ങൾ കൈനീട്ടി സഹായിച്ചു, എന്നാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് സ്വർഗത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. അതെ, പരിഹരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ വശത്തിൽ അതുപോലെ ഉള്ളതുപോലെ ഇടപെടുവാൻ പറ്റുന്ന ഒരു മനുഷ്യനും കാണുകയില്ല. പക്ഷെ ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒത്തിരി ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒത്തിരി അധ്വാനിച്ചിട്ട് എവിടെയും നിങ്ങളുടെ നന്മ കാണാനില്ലായിരിക്കാം. പക്ഷേ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി തീർത്തു തരും. ആമേൻ. ഞാൻ അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു പ്രേരണ തരിക. പൂർത്തീകരണങ്ങൾ കാണാൻ കഴിയാതെ, അത് പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പൂർത്തീകരണം ഇല്ലാതെ, ചിലർ വിവാഹത്തിന്റെ പ്രായമൊക്കെ ഒത്തിരി കഴിഞ്ഞു, പൂർത്തീകരണം വരുന്നില്ല. ചിലർ വീട് പണിത് തുടങ്ങി, പക്ഷെ പൂർത്തീകരണം ഇല്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പൂർത്തീകരണം കാണാൻ കഴിയാതെ വഴിയിൽ തടസ്സപ്പെട്ടിരിക്കുന്ന, ബുദ്ധിമുട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ഇങ്ങനെ ദൂത് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് ഈ മെയ് മാസം ചില പൂർത്തീകരണം തരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം പൂർത്തീകരണം തരാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോ? ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ അത്ഭുതം നടക്കും. ഇന്ന് അതിന് തുടക്കം നിങ്ങൾ കാണും. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എഴുന്നേൽക്കും. ദൈവത്തിന് താമസമൊന്നുമില്ല, ദൈവത്തിന് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിവേഗം ഓടുന്ന വചനം, തൻ്റെ ദൂതന്മാരെ അവൻ അയക്കുന്നു. കാറ്റ് പോലും തൻ്റെ ദൂതന്മാരാണ്, അഗ്നിജ്വാല ശുശ്രൂഷകന്മാരാണ്. അപ്പൊ ഇതൊക്കെ ദൈവം അയക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം വേണ്ട. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. അത് എത്ര ദൂരെയാണെങ്കിലും, എത്ര ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ആണെങ്കിലും, വലിയ ആഴത്തിലാണെങ്കിലും അവിടെ നിന്നും
ദൈവം എന്നെ കരകയറ്റുമെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഭൂമിയുടെ അധോഭാഗങ്ങൾ ഞങ്ങൾ തിരികെ കയറ്റുകയില്ലയോ? തിരികെ കയറ്റി എവിടെ കിടന്നാലും. ഹല്ലേലൂയ. ആ ബുദ്ധിമുട്ട്, ഞെരുക്കങ്ങൾ, പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബുദ്ധിമുട്ട് ഒക്കെ സഹിപ്പാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം അവിടെയൊക്കെ ദൈവത്തിന്റെ കൃപ എനിക്ക് കൂടുതൽ അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തോട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കാനും ദൈവശബ്ദം കേൾക്കാനും ഒക്കെ കുറെ അവസരം കിട്ടും. ആമേൻ. അപ്പൊ ചില ഇല്ലായ്മകളിലൂടെ ദൈവം കടത്തി വിട്ടതൊക്കെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടിയാ, കൃപ അനുഭവിക്കാൻ വേണ്ടിയാ, ശക്തി അനുഭവിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഉഴന്നു വലഞ്ഞു നടന്നു. അവർക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി ഉഴന്നു വലഞ്ഞെങ്കിലും സമയമായപ്പോൾ ദൈവം അവരുടെ ഞെരുക്കമെല്ലാം മാറ്റി വിശാല സ്ഥലത്താക്കി. ഈ നാലാമത്തെ സങ്കീർത്തനത്തിൽ ഒരു വാക്യം കാണുന്നുണ്ട്, ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ഞാൻ നിലവിളിച്ചു, നീ എൻ്റെ അപേക്ഷ, നീ എന്നെ വിശാല സ്ഥലത്താക്കി, വിശാലത വരുത്തി. ഞെരുക്കത്തിലിരുന്നപ്പോൾ ഞാൻ ഞെരുക്കമില്ലാത്തവരായിട്ട് ആരും കാണുകയില്ല, ഞെരുക്കമുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, ഞാൻ നിലവിളിച്ചു. അപ്പൊ ഞെരുക്കമുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. കുറ്റം പറയുന്നവരും വെറുവെറുക്കുന്നവരും മോശമായ കാര്യങ്ങൾ പറയുന്നവരും പല കാര്യങ്ങളും ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഞെരുക്കത്തിലിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവം വിശാലത കൽപ്പിക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അങ്ങനെ ഉഴന്നു വലഞ്ഞവരെ ദൈവം വിശാലതയെ കൊണ്ടുവന്ന സംഭവമാണ് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. വിശാലത വരുത്തുന്ന ദൈവം ഞെരുക്കങ്ങളെ മാറി. ഇപ്പം ഞെരുക്കങ്ങൾ മാറാനായിട്ട് ഇപ്പം യാക്കോബിനൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. എബേസ അതുപോലെ പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചെങ്കിൽ അതിന് വിശാലമാക്കണം പറഞ്ഞു. കർത്താവോട് പറ, കർത്താവേ എനിക്ക് ബുദ്ധി കുറവാണ്, എനിക്ക് വിശാലത വേണം, എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് ആലോചന വേണം, എനിക്ക് നന്മ വേണം. എന്താണ് എനിക്ക് കർത്താവെ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനായി എന്തൊക്കെ ഞാൻ ചെയ്യണം, എനിക്ക് തരണം. ഹല്ലേലൂയ. നമ്മൾ അപേക്ഷിച്ചാൽ ദൈവം നമുക്ക് നൽകിത്തരും. അവൻ കൈവിടത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മാറ്റി, തക്ക സമയത്ത് മാറ്റി. ആമേൻ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞാൽ മതി, എന്നാൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും, നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ആമേൻ. അതെ, എല്ലാ ഞെരുക്കങ്ങളും ദൈവം മാറ്റും. ഞെരുക്കങ്ങൾ മാറും, കടഭാരങ്ങൾ മാറും, ബുദ്ധിമുട്ടുകൾ മാറും, രോഗം അനുഭവിച്ച കാലങ്ങൾ ദൈവം തിരുത്തി എഴുതും. പോയ കാലം ദൈവം മടക്കി ആരോഗ്യമുള്ളതാക്കി മടക്കി തരും. വിശ്വസിക്കണമെങ്കിൽ ആമേൻ പറഞ്ഞോ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ്.